ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്കുകളിലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നാം ഏറ്റവും അധികം പരിഗണിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ കടബാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം വലിയ കടമുള്ള കമ്പനികൾ ഭാവിയിൽ പാപ്പരാകാനുള്ള സാധ്യത ഉള്ളതിനാൽ നാം അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്റ്റോക്ക്, അതിൽ 1372 കോടിയുടെ കടമാണുള്ളത്. എന്നാൽ ഇപ്പോൾ Q4 റിസൾട്ട് വന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കടം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 3,69,575 കോടിയാണ് അതിൻ്റെ കടം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, വെറും 1372 കോടി കടം മാത്രമുള്ള ജൻസോളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. കാരണം ആ കമ്പനി എന്തായാലും പാപ്പരാകും, അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ് എന്ന് നമ്മൾ കണക്കൂട്ടുന്നു. എന്നാൽ 3 ലക്ഷം കോടിക്ക് മുകളിൽ കടമുള്ള റിലയൻസ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കായിട്ട് നമ്മൾ കാണുകയും അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു വിരോധാഭാസം നിറഞ്ഞൊരു സംഭവമല്ലേ. അപ്പോൾ ഇവിടെ ഹൈ ഡെപ്റ്റ് കമ്പനി എന്ന് നമ്മൾ ഒരു കമ്പനിയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണ്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട റേഷ്യോകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അതിലൊന്ന് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും മറ്റൊന്ന് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുമാണ്. അപ്പോൾ ഈ രണ്ട് റേഷ്യോകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു കമ്പനി ഹൈ ഡെറ്റ് കമ്പനിയാണോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ R4iയിലേക്ക് മറ്റൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ കമ്പനികളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കടമുള്ള കമ്പനികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ കമ്പനികൾ ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്കിനൊക്കെ റിലയൻസ് ഇൻഡസ്ട്രീസിനേക്കാൾ കൂടുതൽ കടമുണ്ടാവും. കാരണം അവരുടെ ബിസിനസ് മോഡൽ അതാണ്. ഇതൊരു ലെൻഡിങ് ബിസിനസ്സാണ്. അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു തരം കടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബോറോയിങ്സ് വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ കയ്യിലുള്ള പണമല്ല അവർ ലോണായിട്ടും ക്രെഡിറ്റ് ആയിട്ടും ആളുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ റിസർവ് കുറവായിരിക്കും, പക്ഷേ ബോറോയിങ്സ് വളരെ ഹൈ ആയിട്ടായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ അതുകൊണ്ട് കടമുള്ള കമ്പനികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളെ വേറെ തന്നെ വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് അവയെ ഈ ഒരു അനാലിസിസിൽ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ റിലയൻസിൻ്റെ ഇന്നലെ വന്ന Q4 റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 10% ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണാം. അതുപോലെ പ്രോഫിറ്റിൽ 2.41% നേരിയതാണെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 8.92% ഒരു റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റിൽ 3.11% ഒരു ഗ്രോത്തും കാണാൻ കഴിയും. ഇപ്പോൾ റിലയൻസിൻ്റെ റിസൾട്ട് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത കുഴപ്പമില്ലാത്തൊരു റിസൾട്ടായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് എനർജി സെഗ്മെൻറ്റിൽ അവരുടെ മാർജിൻ വളരെ നാരോ ആണ്. പക്ഷേ ജിയോ പ്ലാറ്റ്ഫോമിലും അതേപോലെ തന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റിലും നല്ല പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇവരുടെ ഓയിൽ ആൻഡ് ഗ്യാസ് എനർജി ബിസിനസ്സിനെ മേക്കപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിലയൻസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാർച്ച് 2025 ഏറ്റവും ഒടുവിലത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഡെറ്റ് എന്ന് പറയുന്നത് 3,69,575 കോടിയാണ്. അപ്പോൾ റിലയൻസിൻ്റെ ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റിസർവ് നോക്കണം. ഇപ്പോൾ റിസർവ് നമ്മൾ കാണുന്നത് റിലയൻസിൻ്റേത് 8,29,668 കോടിയാണ്. അപ്പോൾ എന്താണ് ഈ റിസർവ് എന്ന് പറഞ്ഞാൽ? റിസർവ് എന്ന് പറയുന്നത് കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് റിസർവോ അല്ലെങ്കിൽ ഏത് സമയവും അവർക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റുകളെയാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർവ് കമ്പനിയുടെ ഉണ്ടാകുന്നത് ഒന്നുകിൽ അവരുടെ അസറ്റ് ഏതെങ്കിലും വിറ്റഴിച്ചതിൻ്റെ പേരിൽ അവർക്ക് കിട്ടിയ ക്യാഷ് ആവാം, അതല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിനും അതുപോലെ എമർജൻസി ആവശ്യങ്ങൾക്കുമൊക്കെ വേണ്ടി മാറ്റിവെച്ച പണമാകാം, അതല്ലെങ്കിൽ കമ്പനി അവരുടെ ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ ലാഭം അക്യുമുലേറ്റ് ചെയ്ത് വെച്ചതാകാം, അതല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത കടപ്പത്രം റെഡീം ചെയ്യാൻ വേണ്ടി ആളുകൾ അപേക്ഷിക്കുമ്പോൾ കൊടുക്കാനുള്ള പൈസ അവർ കീപ്പ് ചെയ്ത് വെച്ചതാകാം, അതല്ലെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകാൻ വേണ്ടിയിട്ട് അവർ ക്യാഷ് സ്വരൂപിച്ച് വെച്ചതാകാം. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ അടങ്ങിയതിനെയാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈക്വിറ്റി എന്നും പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈക്വിറ്റിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഡെറ്റ് ടു ഈക്വിറ്റി എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഡെറ്റിനെ റിസർവ് കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ റിലയൻസിൻ്റെ ഡെറ്റായിട്ടുള്ള 3,69,575 കോടിയെ റിസർവ് ആയിട്ടുള്ള 8,29,662 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.44 എന്നുള്ള ഒരു റേഷ്യോ ആയിരിക്കും.
അപ്പോൾ ഇതാണ് റിലയൻസിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഈ 0.44 എന്ന് പറയുന്നത് 1-ൽ താഴെയാണ്. അപ്പോൾ പൊതുവെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെയാകുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. കാരണം കടത്തേക്കാൾ കൂടുതൽ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് റിസർവ് എമൗണ്ട് കയ്യിലുണ്ട്. അപ്പോൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ കടം അവർക്കൊരു പ്രശ്നമല്ല. അപ്പോൾ 1-ൽ താഴെയാകുന്നത് നല്ലൊരു സ്കോറാണ്. അപ്പോൾ റിലയൻസിൻ്റേത് ഇവിടെ 1-ൽ താഴെ മാത്രമല്ല 0.5-ലും താഴെയാണ്, 0.44 ആണ്. അപ്പോൾ അത് എത്ര കുറയുന്നോ അത്രക്കും നല്ലതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ 1-ൽ കൂടുതലായാൽ അതിൻ്റെ അർത്ഥം റിസർവിനേക്കാൾ കൂടുതലായിട്ട് കമ്പനിയുടെ കടം വളർന്നിരിക്കുന്നു എന്നാണ്. അതൊരു അപകടകരമായ സിറ്റുവേഷൻ ആയിട്ടാണ് പൊതുവെ കണക്കാക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ജെൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കാം. അവിടെ ഡെറ്റ് 1372 നമ്മൾ കണ്ടു. അതിൻ്റെ റിസർവ് എന്ന് പറയുന്നത് വെറും 551 കോടിയാണ്. അപ്പോൾ ഇവിടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2.33 ആണ്. അപ്പോൾ ഇത് 1-ൽ കൂടുതലാണ്, വളരെ ഹൈ ആണ്. അപ്പോൾ എന്താണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ കമ്പനി ഉൾപ്പെടുന്ന സെക്ടർ അത് വളരെയധികം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സെക്ടർ ആണെങ്കിൽ വലിയ തോതിൽ കടമെടുക്കേണ്ടി വരും. അങ്ങനെ കമ്പനികളുടെ കടം വല്ലാതെ ഉയരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ NTPCയുടെ കടം നോക്കുക, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ലാർസൻ ആൻഡ് ടൂബ്രോ, ഭാരതി എയർടെൽ, ടൈറ്റാൻ, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ കടം വളരെ കൂടുതലാണ്. അത് റിസർവിനേക്കാൾ കൂടുതലാണ്. അവരുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമുക്ക് കാണാൻ കഴിയും 1-ൽ കൂടുതലാണെന്ന് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഹൈ ആയി എന്നതുകൊണ്ട് കമ്പനി ഒരു ഹൈ ഡെറ്റ് കമ്പനിയാണെന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ എത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന NTPC, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, L&T, എയർടെൽ, ടൈറ്റാൻ പോലെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മറ്റൊരു റേഷ്യോ കൂടി വളരെ പ്രസക്തമാണ്. അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇപ്പോൾ നമുക്കറിയാം കടം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എവിടെ നിന്നാണ് നമ്മൾ അടക്കുന്നത്? നമ്മളെ കയ്യിലുള്ള ക്യാഷ് റിസർവ് എടുത്തുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് അടക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഈ ക്യാഷ് റിസർവ് 0 ആവും. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒരിക്കലും ആ കമ്പനിയുടെ തിരിച്ചടവിൻ്റെ കപ്പാസിറ്റി നമുക്ക് പറഞ്ഞു തരികയില്ല. അപ്പോൾ ഇവിടെ തിരിച്ചടവ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് നടക്കണം. അപ്പോൾ അവിടെയാണ് കമ്പനിയുടെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBITDA എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനെ നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കിട്ടും. അപ്പോൾ നമ്മൾ അതൊരു ഉദാഹരണത്തിലൂടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെ എടുക്കാം. അതിൻ്റെ FY25 മാർച്ചിൽ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ EBITDA അത് 1,30,256 കോടിയാണ്. എന്നാൽ റിലയൻസിൻ്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 24,269 കോടിയാണ്. അപ്പോൾ ഈ EBITDA ആയിട്ടുള്ള 1,30,256 ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 24,269 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. അതിവിടെ കാണുന്നത് 5.36 എന്നുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്ര കൂടുന്നോ അത്രക്കും നല്ലതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 3-ൽ താഴാതെ 3-ൽ കൂടുതലാണെങ്കിൽ അത് നല്ലൊരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. കാരണം അവിടെ അത് സൂചിപ്പിക്കുന്നത് ആ കമ്പനിക്ക് അവരുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അവരുടെ ബിസിനസ് വരുമാനത്തിൽ നിന്നും 3 പ്രാവശ്യം തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ റിലയൻസിൻ്റെ ഇപ്പോൾ 5 എന്ന് പറയുമ്പോൾ അത് 5 പ്രാവശ്യം തിരിച്ചെടുക്കാനുള്ള കഴിവ് റിലയൻസ് ഇൻഡസ്ട്രീസിനുണ്ട്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി 0.44-ഉം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 5.36-ഉം എന്നുള്ള വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെവലിലാണ് അതിന് ഫൈനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി നിൽക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതേ സമയം നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ടൈറ്റാൻ എന്ന കമ്പനി തന്നെ എടുക്കുക. അതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2.22 ആണെന്ന് പറഞ്ഞു. അത് ഹൈ ആയിട്ടുള്ള ഒരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അവിടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കുക, അത് 5.78 ആണ്, റിലയൻസിനേക്കാളും ബെറ്റർ ആണ്. ഇനി NTPC നോക്കുക, അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 3.38 ആണ്, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.44 ആണ്. അപ്പോൾ ഇവിടെയും ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് NTPCയെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 4.93 ആണ്, വളരെ ഹൈ ആണ്. ടാറ്റ മോട്ടോഴ്സ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇനി മഹീന്ദ്ര നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 3.13 ആണ്, അവിടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.66 ആണ്. മഹീന്ദ്രയും ഫൈനാൻഷ്യലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് കാണാം. ഇനി ലാർസൻ ആൻഡ് ടൂബ്രോ നോക്കിക്കഴിഞ്ഞാൽ 3.29, അവിടെ ലാർസൻ ആൻഡ് ടൂബ്രോയും അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഹെൽത്തി ആണെന്ന് കാണാൻ കഴിയും. മറ്റൊരു ലാർജ് ക്യാപ്പ് നിഫ്റ്റി 50 കമ്പനിയായ ഭാരതി എയർടെൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 2.24 ആണെന്ന് കാണാം. അത് 3-ൽ താഴെയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2.59 ആണ്. അപ്പോൾ ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ജെൻസോളിൻ്റെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 1.58 മാത്രമാണ്. അത് വളരെ കുറവായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2.33 ആണ്. അപ്പോൾ ഇവിടെയും ജെൻസോളും ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയല്ല.
ഈ വോഡഫോൺ ഐഡിയ എന്നുള്ള ഹൈ ഡെറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ -0.14 ആണ്. കാരണം അതിന് തിരിച്ചടക്കാൻ കഴിയുകയില്ല അതിൻ്റെ വരുമാനത്തിൽ നിന്ന്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0-ൽ താഴെയാണ്. ക്യാഷ് റിസർവ് മൈനസ് ആയതുകൊണ്ടാണ് അങ്ങനെയായത്. ഇനി അദാനി എൻ്റർപ്രൈസസ് എടുക്കുക, അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 2.15 ആണ്, വളരെ വീക്കാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.92 ആണ്. കാരണം നമുക്കറിയാം അദാനി കമ്പനികൾക്ക് പൊതുവെ ഹൈ ഡെറ്റ് കമ്പനികളാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും അത്ര ഹെൽത്തി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, എന്താണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, അപ്പോൾ ഈ ഒരു റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഹൈ ഡെറ്റ് കമ്പനികളെ കണ്ടെത്താം എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് കാണുമെന്ന് കരുതുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.